നമസ്കാരം. കേരളവും അയൽ സംസ്ഥാനങ്ങളും ഒരേപോലെ ഭക്തിയുടെ ആഘോഷത്തിന്റെയും ലഹരിയിലാണ്ട ഒരു സായാഹ്നമാണിന്ന്. ശബരിമലയിൽ ശരണം വിളികൾ ഉയരുമ്പോൾ തമിഴ് മണ്ണിൽ പൊങ്കൽ ആവേശം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ കലാലോകത്തും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും അപ്രതീക്ഷിത നീക്കങ്ങളും തർക്കങ്ങളും കരക്കുകയാണ്. നോക്കാം ഇന്ന് ഇതുവരെയുള്ള ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ പ്രൈം ടൈം അപ്ഡേറ്റ്സിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പൊന്നമ്പലമേട്ടിൽ 3 തവണ ജ്വലിച്ചുയർന്ന മകരജ്യോതി. കൊച്ചി ബിനാലയിൽ പ്രതിസന്ധി, ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചു. KM മാണി സ്മാരകത്തിന് കവടിയാറിൽ 25 സെന്റ് ഭൂമി, മന്ത്രിസഭാ തീരുമാനം. തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷം തുടങ്ങി, ജല്ലിക്കെട്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ SIT പരിശോധന, ലാപ്ടോപ്പിനായി തിരച്ചിൽ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരവിളക്ക് തെളിഞ്ഞു. പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരജ്യോതി തെളിഞ്ഞത് ഭക്തലക്ഷങ്ങൾ ദർശിച്ചു. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ശബരിമല സന്നിധാനം ഇപ്പോൾ ഭക്തിസാന്ദ്രമാണ്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഏറ്റവും പുണ്യമുഹൂർത്തമായ മകരജ്യോതി ദർശനത്തിനായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്നത്. ഇന്ന് പകൽ 3:08 ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ മകരസംക്രമ പൂജ പൂർത്തിയായി. പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ എത്തിച്ചേർന്നു. ദേവസ്വം പ്രതിനിധികളും ഭക്തരും ചേർന്ന് ആചാരപരമായ സ്വീകരണമാണ് ഘോഷയാത്രയ്ക്ക് നൽകിയത്. വൈകുന്നേരം 6:20 തിരുവാഭരണം സന്നിധാനത്ത് എത്തിച്ചേരുകയും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അത് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്തു. കൃത്യം 6:40 തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടന്നു. ഈ പുണ്യ നിമിഷത്തിലാണ് കിഴക്കൻ ചക്രവാളത്തിൽ മകര നക്ഷത്രം ഉദിക്കുന്നതും പൊന്നമ്പലമേട്ടിൽ 3 തവണ മകരജ്യോതി തെളിയുന്നതും. മകരവിളക്ക് പ്രമാണിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സന്നിധാനത്തും പമ്പയിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാര്യ സ്ഥാനം രാജിവെച്ചു. ബിനാലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രതിസന്ധികളുമാണ് രാജിയെന്നാണ് സൂചന. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ ഇത് എപ്രകാരം ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. മലയാളിയായ ഈ പ്രശസ്ത കലാകാരന് കൊച്ചി ബിനാലയെ ലോക ഭൂപടത്തിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊച്ചി ബിനാലയുടെ മുഖമായിരുന്ന ബോസ് കൃഷ്ണമാചാരിയാണ് ഇപ്പോൾ ഫൗണ്ടേഷന്റെ പടിയിറങ്ങുന്നത്. വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി. ബിനാലയിലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ വി വേണുവാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 2012 കൊച്ചിയിൽ കലയുടെ വസന്തത്തിന് തുടക്കം കുറിച്ചതു മുതൽ ബിനാലയുടെ വളർച്ചയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ബോസ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 6ാം പതിപ്പിനിടയിലുള്ള ഈ പെട്ടെന്നുള്ള തീരുമാനം കലാലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ബിനാലയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അധികൃതർ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അന്തരിച്ച നേതാവ് KM മാണിയുടെ സ്മാരകം നിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരം കവടിയാറിൽ 25 സെന്റ് ഭൂമി മന്ത്രിസഭ അനുവദിച്ചു. സ്മാരകത്തിന് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ഇതോടെ പരിഹാരമായി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിറസാന്നിധ്യമായിരുന്നു KM മാണി. തിരുവനന്തപുരം കവടിയാറിലെ അതീവ പ്രധാനമുള്ള 25 സെന്റ് ഭൂമിയാണ് KM മാണി സ്മാരക പഠന കേന്ദ്രമായി വിട്ടു നൽകാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിവർഷം 6 വെറും 100 രൂപ നിരക്കിൽ 30 വർഷത്തേക്കാണ് ഈ ഭൂമി പാട്ടത്തിന് നൽകുന്നത്. KM മാണി സ്മാരകത്തിനായി മുമ്പ് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിരുന്നെങ്കിലും സ്ഥലം വിട്ടു നൽകുന്ന കാര്യം ഇതുവരെ അനിശ്ചിതത്വം നിലനിർത്തുകയായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് M ഇടതുമുന്നണി വിടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഈ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. ജോസ് കെ മാണിയും പാർട്ടിയെയും മുന്നണിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള CPMന്റെ തന്ത്രപരമായ നീക്കമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായ സാഹചര്യത്തിൽ ജോസ് കെ മാണി ഇടതുമുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുവാൻ സർക്കാർ സ്മാരക ഭൂമി എന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ സ്മാരകത്തിനായി തലശ്ശേരിയിൽ സ്ഥലം അനുവദിച്ചതിനോടൊപ്പം തന്നെ കവടിയാറിൽ മണി സ്മാരകത്തിനും സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. ഇതോടെ ഇടതുമുന്നണിയിലെ വിള്ളലുകൾ താൽക്കാലികമായെങ്കിലും അടയ്ക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം.
തമിഴകം ഇപ്പോൾ പൊങ്കൽ ആഘോഷത്തിന്റെ ലഹരിയിലാണ്. പൊങ്കൽ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായ ജല്ലിക്കെട്ട് മത്സരങ്ങൾ നാളെ മുതൽ തുടങ്ങും. മധുരയിലും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കാളകളുടെ കാര്യത്തിലും കർശന പരിശോധനകളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ വർഷവും ജല്ലിക്കെട്ട് കാണാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷങ്ങൾ ആവേശകരമാകുമ്പോൾ നാളെ മധുരയിൽ അവനിയാപുരത്ത് ഈ വർഷത്തെ ആദ്യ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്ക് തുടക്കമാകും. വരും ദിവസങ്ങളിൽ പാലമേട്, അലകാനല്ലൂർ എന്നിവിടങ്ങളിലും വിപുലമായ മത്സരങ്ങൾ നടക്കും. തമിഴ്നാട് സംസ്കാരത്തിന്റെ വീര്യം വിളിച്ചോതുന്ന ജല്ലിക്കെട്ടിനായി ആയിരക്കണക്കിന് കാളകളും നൂറുകണക്കിന് യുവാക്കളുമാണ് ഇത്തവണ തയ്യാറെടുത്തിരിക്കുന്നത്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളും കോടതി നിർദ്ദേശിച്ച നിയമങ്ങളും പാലിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാളകൾക്കും പങ്കെടുക്കുന്നവർക്കും കർശനമായ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികൾക്കടക്കം വൻ ജനാവലി എത്താൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക പോലീസ് സേനയെയും മെഡിക്കൽ സംഘത്തെയും വേദികളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. തമിഴകത്തെ ഗ്രാമങ്ങൾ ഇപ്പോൾ തന്നെ ഉത്സവ ലഹരിയിലാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. കേസുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ തെരച്ചിൽ. രാഹുലിന്റെ വീട്ടിലെത്തിയ SIT സംഘം കുറെ നേരം പരിശോധന നടത്തുകയും ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണിതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. പത്തനംതിട്ട SITയും അടൂർ DYSPയും ഉൾപ്പെടെ സംഘമാണ് ബുധനാഴ്ച രാഹുലിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. പ്രധാനമായും രാഹുലിന്റെ മുറി കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ശ്രമം. യുവതി നൽകിയ പീഡന പരാതിയെ തുടർന്ന് അറസ്റ്റിലായ രാഹുൽ നിലവിൽ മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിലാണ്. പീഡനം, സാമ്പത്തിക ചൂഷണം തുടങ്ങിയ ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനായിരുന്നു പരാതിക്കാരി പറഞ്ഞിട്ടുള്ള മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയത്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരുന്നു രാഹുലിന്റെ ഫോണുകൾ അടക്കം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയത്. ഇതുവരെയുള്ള പ്രധാന വാർത്തകളുമായി പ്രൈം ടൈം അപ്ഡേറ്റ്സ് അവസാനിച്ചു. വീണ്ടും നാളെ പുതിയ വാർത്താവിശേഷങ്ങളുമായി കാണാം.